നമുക്ക് ദിണ്ടിങ്കൽ തലപ്പാക്കട്ടി ബിരിയാണി എങ്ങനെ ഇത്ര സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ബാച്ചിലേഴ്സിനും വർക്കിംഗ് വുമൻസിനും പെട്ടെന്ന് ഉണ്ടാക്കി പണി തീർക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്. ഇതിന് മെയിനായിട്ട് നമുക്കൊരു ഗരം മസാല ഉണ്ടാക്കണം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ സ്ക്രീനിൽ കാണിച്ചേക്കാം. അതിൻ്റെ ക്വാണ്ടിറ്റീസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ഇതൊരു ബ്ലെൻഡറിലിട്ടിട്ട് ഫൈൻ പൗഡറായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒരു തരി പോലും ഉണ്ടാവരുത്. ഇങ്ങനെ ഫൈൻ പൊടിയായിട്ട് വേണം കിട്ടാൻ. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഫ്ലേവറിങ്. ഇനി നമുക്കൊരു ഗ്രീൻ പേസ്റ്റ് ഉണ്ടാക്കണം. ആ ഗ്രീൻ പേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക്, പിന്നെ ഒരു കൈപ്പിടി മല്ലിയിലയും പുതിനയിലയും, ഇതെല്ലാം കൂടി വെള്ളം ചേർക്കാണ്ട് ബ്ലെൻഡറിലിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇങ്ങനെ ഫൈൻ പേസ്റ്റ് ആവണം കേട്ടോ, ഒട്ടും വെള്ളം ചേർക്കരുത്. ഇനി ഒരു കുക്കർ വെക്കാം. ആ കുക്കറിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എത്ര ഗീൻ്റെ ഫ്ലേവറിങ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഗീയും ആഡ് ചെയ്യുക. ഇനി അതിലേക്ക് ഒരു 3 കാടമനും 3 ക്ലോസും ആഡ് ചെയ്യുക. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് അനിയൻസ് ആഡ് ചെയ്യുക. അനിയൻസ് എല്ലാം സോട്ടായി കഴിയുമ്പോഴേക്കും ടൊമാറ്റോസ് ആഡ് ചെയ്യുക. അതും ഒന്ന് ഇതേപോലെ മഷിയായി കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഫൈൻ പേസ്റ്റ് അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ കളറ് ഈ ലൈറ്റ് ഗ്രീനിൽ നിന്ന് ഡാർക്ക് ഗ്രീനിലേക്ക് ആകുമ്പോഴേക്കും കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുക. അതിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും. ഈ എണ്ണ തെളിഞ്ഞ് വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ച് മുളക് പൊടി, എരിവിനനുസരിച്ചിട്ട് കുറച്ച് മുളക് പൊടി, പിന്നെ നേരത്തെ പൊടിച്ച് വെച്ചേക്കുന്ന ഗരം മസാല അത് 3 ടീസ്പൂൺ ആഡ് ചെയ്യുക, ടേബിൾ സ്പൂൺ. അതാണ് നമ്മുടെ മെയിൻ ഫ്ലേവറിങ്. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്യുക. തൈരിട്ടൊന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു ടാങ്കിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയില അതും ഇട്ടൊന്ന് സോട്ട് ചെയ്യുക. മല്ലിയില ഇട്ട് സോട്ടായി കഴിയുമ്പോഴേക്കും നമ്മളൊരു ഹാഫ് ലെമൺ അതൊന്ന് സ്ക്വീസ് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്യുക. ഇതും നമ്മളൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കേട്ടോ. ഇതിലേക്ക് ലൈം ജ്യൂസും കൂടി ഇട്ട് അതൊന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം ഇല്ലാണ്ട് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് ഇത് ഈ മസാലയിലൊന്ന് കോട്ട് ചെയ്യണം. കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് വേവാനായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുക. അത് ഞാൻ അതിൽ മിസ്സായി പോയിട്ടുണ്ട്. ആ വെള്ളം ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വേകും. ഈ സമയത്ത് നമ്മൾ ആവശ്യമുള്ള അത്രയും ഉപ്പും കൂടി ഒന്ന് ഇട്ട് ബാലൻസ് ചെയ്യണം. ഉപ്പൊക്കെ ഇട്ട് ബാലൻസ് ചെയ്ത് കഴിയുമ്പം 30 മിനിറ്റ്സ് നമ്മൾ കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ചിരിക്കുന്ന ജീരകശാല അരി അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്ത് ഇങ്ങനെ തിള വരുന്ന സമയത്ത് നമ്മൾ കുക്കർ അടച്ചിടുക. ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിൽ അത് വെക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ്സ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യണം. 10 മിനിറ്റ്സ് കുക്ക് ചെയ്യാനും 15 മിനിറ്റ്സ് ഓഫ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ബിരിയാണി ഇങ്ങനെ സൂപ്പർ ആൻഡ് ഫ്ലഫി ആയിട്ട് ഇരിക്കും. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യണം നോക്കിയാലോ. നമ്മൾ ആദ്യം തുറക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വെള്ളമൊക്കെ മേളിലിരിക്കുമ്പം കുഴഞ്ഞു പോയോന്ന്. പക്ഷെ ഒട്ടും കുഴഞ്ഞു പോയിട്ടുണ്ടാവില്ല. അതൊന്ന് മിക്സ് ചെയ്ത് ഫോക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യണതാണ് എപ്പോഴും നല്ലത്. മിക്സ് ചെയ്ത് കഴിയുമ്പം നമുക്കിങ്ങനെ അരിയൊക്കെ വിട്ടിരിക്കും. ഇതാണ് സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ദിണ്ടിങ്കൽ തലപ്പാക്കട്ടി ബിരിയാണി റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.